रोल का जो डेडिकेशन सर्विस डेडिकेशन करेंगे और पास्टर मनोज पीआर आगे आकर ट्रांसलेट करेंगे। കലകളിയോർത്ത പ്രതിഭത്തിന്റെ മഹത്വം അർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനി ദേവദാസൻ എനിക്ക് മുമ്പായി തിരുവനന്തപുരം ശുശ്രൂഷിച്ച ബഹുമാനി ദേവദാസൻ പാസ്റ്റർ കെ തോമസ്, അവിടെ അഗതരായിരിക്കുന്ന ജമ്മുവിലുള്ള ബഹുമാനികളായ ദേവദാസന്മാർ, जम्मू में जितने सारे पासवान लोग जो आज यहाँ पर मौजूद है उनके लिए, അവരോട് കടന്നു വന്ന GNFയിലെ രാജുസായ ബഹുമാനി ദേവദാസന്മാർ, और आदरणीय जो परमेश्वर का दास लोग जो GNF से हैं, എനിക്ക് സകല സഹോദരന്മാർ കുഞ്ഞുങ്ങൾ ഏവർക്കും പിന്നെ ബന്ധവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. सारे छोटे बच्चे बड़े बुजुर्ग भाई बहन जो आए हैं आज सबको प्रभु यीशु मसीह के नाम पे जय मसीही। കഴിഞ്ഞ ദിവസം കർത്താവൻ ദാസൻ ബിജുപാസനോട് പറഞ്ഞു, ബോബിപാസൻ നീ ഇത് ഡെഡിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. पिछले दिन बिजू पासू ने मेरे से कहा कि ये प्रेयरों का डेडिकेशन समर्पण आपसे किया जाए। ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ നിർബന്ധമാണോ? मैंने सवाल उल्टा किया कि मेरे से ही करवाना है क्या? ഞാൻ വർഷങ്ങളോട് ഞാൻ പറയുന്നത് ഇട്ടാന്ന് കേൾക്കില്ല, ഒരു ഇടാപോടോ ബന്ധമാണ്, അതുകൊണ്ട് അവന്റെ ഇടാന്നാണ് ഒരുപാട് വിളിക്കാറുള്ളത്, നിങ്ങളോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതാ, ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയാൽ, तो क्योंकि मैंने सवाल इसलिए उठाया कि सालों से हमारा जो बीच की रिश्ता है दोनों में है, भाईचारा के है, ഇത് സമർപ്പിച്ചിട്ട് പോയാൽ उसके बाद इतना कुछ ये भाईचारा होते हुए अगर मैं समर्पण करके यहाँ से निकलूं, ഈ വൃത്തി ഓർക്കുന്നത് പ്രാർത്ഥനാ ഹാളാണ്. तो याद रखो कि ये प्रार्थना का भवन है। ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നില്ല എങ്കിൽ, अगर कोई प्रार्थना करने न आए, അതെന്റെ തലയിൽ വരും. तो मेरे सिर पे आएगा। അത്ര ഐശ്വര്യമുള്ള സമർപ്പണം എന്ന് പറയും. उतना बढ़िया से समर्पण करके पादरी साहब गए। അവരോട് പറഞ്ഞു, ആ കാര്യം പേടിക്കൊന്നും വേണ്ട, നിന്റെ അകത്ത് ദൈവാത്മാക്കളെ ദൈവത്തിന്റെ ആത്മാവ് ആത്മാക്കളെ കൊണ്ടുതരും. तो उन्होंने मेरे से ये बताया, उसको लेके कभी ना डरो, अगर परमेश्वर का मर्जी है लोग आएंगे ही। എനിക്ക് നല്ല ഉറപ്പുണ്ട് വേറെ ആരും വന്നില്ലെങ്കിൽ ബിജു വരുമെന്ന്. मुझे ये पता है चाहे कोई ना आए बिजू पास जरूर आएंगे। എന്തുകൊണ്ടെന്നാൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു പാസ്റ്റർ ബിജു വർഗീസ്. क्योंकि सेमिनारी में एक दिन में 3 बार प्रार्थना करते थे। ഞാനൊക്കെ ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ, ആഹാരം കഴിക്കാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ പുത്തകുരിശിലെ റബ്ബർ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥന വരുന്ന ബിജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. मैंने देखा है लंच करके पेट बढ़ा के हम सोते हैं, तो उस समय पादरी साहब रबर एस्टेट में जाके प्रार्थना में लगे रहते थे। അന്ന് കൊടുത്ത പ്രാർത്ഥനയുടെ വിലയുടെ റിസൾട്ടാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. वही जो प्रार्थना का अनुभव उन्होंने किया है उसका नतीजा है आज की प्रेरणा। അതുകൊണ്ട് ഇത് നമുക്കൊരു പ്രേരണയാണ് തരുന്നത്. പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ട്. इससे हम प्रेरित हो जाए कि इन्होंने प्रार्थना वहां शुरू किया, उसका नतीजा यहाँ निकला। എത്ര താമസിച്ചെന്ന് പറഞ്ഞാൽ ശരി, വാഗ്ദത്തം ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ പോകത്തില്ല. कितना भी देरी क्यों ना हो, वायदा किया है वो परमेश्वर निभाएगा। ഞാൻ പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഞാൻ പ്രസംഗികളോട് ചോദിച്ചു. फिर मैंने पूछा सिर्फ समर्पण है क्या और मुझे प्रचार भी करना है? എന്നോട് പറഞ്ഞു 10 മിനിറ്റ് എടുക്കാൻ പറഞ്ഞു. तो मेरे से बताया कि 10 मिनट वचन से ही बोलना है। ഞാൻ പറഞ്ഞതിന് കാരണം മറ്റൊന്നുകൊണ്ടല്ല, वजह ये है കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകലരും ഒരു മണിയാകാൻ പോവുക, ആഹാരം കഴിക്കണം എന്നുള്ള ഒരു ത്വര നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരും. हम फिलहाल इतना इच्छुक है, एक बचने वाला सब खाने की ओर बढ़ रहा है। സമയം കൂടെ പരിമിതിക്കൂടെ എടുത്തു പോയെങ്കിൽ എല്ലാവരും മുഖം പാടാൻ തുടങ്ങും. अगर हमारा समय सीमा से बाहर जाते हैं तो हमारा खराब हो जाता है तबीयत। അതുകൊണ്ട് എന്നോട് 10 മിനിറ്റ് എടുത്തോളാൻ പറഞ്ഞു. जो मैंने से कहा सिर्फ 10 मिनट लेना है। അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ദേശം കേട്ട് നമ്മളെല്ലാം ഇരിക്കുകയാണ്. हम लोग बैठे हैं अच्छा से मैसेज सुनकर। ഇനി അതിന് മുകളിൽ ഒരു സന്ദേശം പറയാന്ന് പറഞ്ഞത് ശരിയല്ല, എങ്കിലും ദേവദാസന്റെ വാക്ക് ഞാൻ മാനിക്കുന്നു. उसके ऊपर परमेश्वर का वचन से कुछ बोलना सही नहीं है,
आदर करते हुए परमेश्वर के वचन से एक छोटा सा चिंता आपके सामने रखना चाहता हूँ। ഒരു വാക്യം ഞാൻ തന്നെ ബൈബിൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. एक आयत पढ़ना चाह रहा हूँ। എഫീസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എഫീസ്യ ലേഖനം 6:18. इफिसियों के खिलाफ उसके 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. हिंदी में पढ़िए। हर समय हर प्रकार से आत्मा में प्रार्थना और विनती करते रहो, इसलिए जागते रहो कि सब पवित्र लोगों के लगातार विनती किया करो। അവൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് സമർപ്പണ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക. आत्मा में हम प्रार्थना करें। പൗലോസിന്റെ ഒരു രചനയ്ക്കകത്ത് ഒരു സഭയോടും ഈ പ്രത്യേക പദം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. खास पौलुस की कोई भी लिखित में किसी और कलीसिया से ये नहीं बताया कि तुम लोग प्रार्थना आत्मा में करो। എഫേസ്യസ് ആ സഭയോട് മാത്രം പറഞ്ഞ പദമാണ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ये खास करके इफिसियों को बताया गया तुम लोग जब भी प्रार्थना करोगे आत्मा में करें। എന്താണെന്ന് അതിന്റെ ഉത്തരം അതിന് ചോദ്യം അതിന്റെ കാരണം പറഞ്ഞാൽ उसका कारण क्या है? അതിന് ഉത്തരം നമുക്ക് കിട്ടുന്നത് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്. उसके जवाब हमें 1 कोरिन्थी उसका 16 अध्याय में मिलते हैं। പൗലോസ് ഇങ്ങനെ പറയുന്നു, पौलुस बताते हैं ഞാൻ എഫെസോസിൽ പെന്തക്കോസ്ത് വരെ പാർക്കും. और एफेसुस में मैं पेंतकुस्त तक ही रहूंगा। എനിക്ക് എതിരാളികൾ അനേകരുണ്ട്, मेरे दुश्मन काफी है, പക്ഷേ സഫലവും വിശാലമായ വാതിൽ കർത്താവ് എഫെസോസിലേക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. लेकिन एफेसुस की ओर मेरे लिए एक चौड़ा रास्ता खुला है। എഫെസോസിൽ ഒരിക്കലും സഫലമായ വാതിൽ തുറക്കുന്ന സ്ഥലമല്ല. एफेसुस ऐसा जगह कभी ऐसा उम्मीद आप कर नहीं सकते। അത്ര ശക്തമായ ദേശത്തിന്റെ പോരാട്ടം വ്യാപരിക്കുന്ന മണ്ണാണ് എഫെസോസിന്റെ മണ്ണെന്ന് പറയുന്നത്. वहां पर मसीहत के लिए इतने सारी चीजें खिलाफ में चलने वाला जगह। കുഞ്ഞുങ്ങൾ ജന്മനാ തന്നെ അവരറിയാതെ പാപത്തിന് വിധേയപ്പെട്ടു പോകുന്ന ഒരു മണ്ണിൽ വന്ന സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്നത്. एफेसुस ऐसा जगह है जन्म लेते ही छोटे बच्चा पाप करना शुरू कर देते हैं। കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന സ്ഥലമാണ് എഫെസോസ്. जन्म लेते ही पाप की गुलाम बन जाते हैं बच्चे। അത്ര ശക്തമായ നിലയിൽ പാപത്തിന്റെ വേരോട്ടം നടത്തുന്ന ഒരു അന്ധകാര ശക്തിയുടെ വാഴ്ചയുടെ കേന്ദ്രമാണ് എഫെസോസ് എന്ന് പറയുന്നത്. एफेसुस में इतना अंधकार है पाप की और सब लोग पाप के अधीन में था। അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സാധാ പ്രാർത്ഥന കൊണ്ട് ജയിച്ചു കയറാൻ ഒരു അഭിഷിക്തനെ കൊണ്ട് സാധിക്കത്തില്ല. തിരിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, എഫെസോസ് സഭയിലെ വിശ്വാസികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. तो ये अभिषेक पाया हुआ पौलुस को समझ में आ गया कि ऐसा जगह में आम प्रार्थना नहीं चलेगा, इसलिए उसने अपने कलीसियों को बताया तुम लोग जब भी प्रार्थना करोगे मेरे लिए आत्मा में प्रार्थना करें। തുറക്കാത്ത വാതിലെ തുറക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. आत्मा की प्रार्थना वही होता है, सारे बंद किया हुआ सारे दरवाजे खुल जाएंगे। ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് डी.एल. മൂഡി എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്ന് പ്രസംഗിച്ചു. सालों पहले डी.एल. मूडी इंग्लैंड से अमेरिका में आके प्रचार करना शुरू कर दी। അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏകദേശം 1 ലക്ഷം പേരാണ് മാനസാന്തരപ്പെടുന്നത്. 1 लाख लोगों ने उस मीटिंग में मन फिराया। അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു, കർത്താവേ, ഒറ്റ പ്രസംഗത്തിൽ 1 ലക്ഷം പേര് മാനസാന്തരപ്പെടുക ദൈവത്തിന് നന്ദി പറയുമെന്ന് പറഞ്ഞു. तो उन्होंने ये कहा अगर एक कलीसिया के लिए काफी लोग अगर मन फिराया तो मैं आपको धन्यवाद दूंगा। അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ആത്മാവിൽ ദർശനം കാണിച്ചു. तो आत्मा में उनको एक दर्शन दिखाया गया। डी.एल. മൂഡി നിന്റെ പ്രസംഗം നല്ലതാണ്, हे मूडी तुम्हारा प्रचार तो बहुत बढ़िया നിന്റെ है, ജീവപേക്ഷ നല്ലതാണ്, तुम्हारा टीम में जितने बढ़िया मस्त है। പക്ഷെ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് നിന്റെ പ്രസംഗത്തിന്റെ മെച്ചമല്ല. लेकिन उन्होंने ये कहा तुम्हारा भाषण का खूबी नहीं था। यहाँ पर ഇവിടെ ഒരു ഗ്രാമത്തിനകത്ത് ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. यहाँ पर विलेज के अंदर गांव के अंदर एक बुजुर्ग माँ बैठी है। ഭീകരമായ തണുപ്പിന്റെ അകത്ത് എരിപ്പോടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് 3 വർഷമായി പ്രാർത്ഥിക്കുന്നു, डी.एल. മൂഡിയെ ഞങ്ങളുടെ രാജ്യത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞ് രാത്രിയോളം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ പ്രാർത്ഥനയാണ് മൂടി നീ ഇന്ന് ഇംഗ്ലണ്ടിൽ നിൽക്കുന്നത് നോക്കണം. और मूडी से ये कहा गया तुम्हारा भाषण को खूबी नहीं, तुम्हारा कोई काबिलियत नहीं है, लेकिन घोर ठंड के अंदर भी 3 साल से गांव के अंदर एक बुजुर्ग माँ बैठकर प्रार्थना करती है, वो प्रार्थना का ताकत तुम्हें यहाँ लाया गया। അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥന ഈ സമൂഹത്തിന് മാത്രമല്ല, ഈ ഗ്രാമത്തിന് മാത്രമല്ല, ഓരോ ഡിസ്ട്രിക്റ്റിന്റെ അകത്തും വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കുന്ന, മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്ന, ഗുരുകൾ സംഭവിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാലയത്തിൽ ദൈവം സഹായിക്കുമാറാകട്ടെ. अगर ऐसा है आज की हमारा ये प्रार्थना का जगह सिर्फ भिंडी के लिए नहीं, साई के लिए नहीं, हर एक डिस्ट्रिक्ट और जम्मू में सबके लिए छुटकारा का कारण बनेगा।
ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ വാക്കുകൾ വിരാമം വരുമ്പോൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. जल्दी बंद करना चाहता हूँ. അപ്പോസ്തല പ്രവൃത്തി 13 വായിക്കണ്ട. 13 ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് അയച്ചിട്ട് അവർ പോയി. प्रेरित में लिखा है वो इसलिए आगे निकला क्योंकि उनको आत्मा ने अगुवाई की. ഈ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. प्रेरित दो भाग में किया जाता है. ഒന്ന്, രണ്ടാമത്തെ അധ്യായത്തിൽ യെരുശലേം സഭ, पहला अध्याय में जो होता है यरूशलेम की कलीसिया, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തീയെന്ന പോലെ ഇറങ്ങിയ ഒരു സ്ഥലം. वहां पे पवित्र आत्मा आग के रूप में आ गया. പത്രോസ് ഉൾപ്പെടെയുള്ള സകലാഭിഷിക്തന്മാരെ കെട്ടുപൊട്ടി ശുശ്രൂഷ കഴിഞ്ഞ സ്ഥലമാണ് പെന്തക്കോസ്ത് തീ ഇറങ്ങിയ യെരുശലേമിന്റെ സഭ എന്ന് പറയുന്നത്. यरूशलेम के कलीसिया से ही परमेश्वर की जेलों को बंधन तोड़ के सेवकाई के लिए आगे निकले. എന്തുകൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കരങ്ങളാണ് പറഞ്ഞുകൊണ്ട്. क्योंकि वो लोग इंतजार किया ताकि उनके ऊपर पवित्र आत्मा आए. എന്നാൽ 13 അധ്യായം എന്ന് പറയുന്നത് ആ യെരുശലേം സഭയല്ല, വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അന്ത്യോക്യ സഭയെ പറ്റിയാണ് പറയുന്നത്. वहां से आगे निकल के 13 अध्याय में यरूशलेम सभा कलीसिया में छोड़ो वहीं पे അന്ത്യോക്യ സഭ. अंत्योक्य चर्च के बारे में देखते हैं. എന്തുകൊണ്ട് അന്ത്യോക്യ സഭയെ പറ്റി അങ്ങനെ എടുത്തു പറഞ്ഞ കാരണമുണ്ട്. वहां पर अंत्योक्य के बारे में क्यों बताया? എന്ന് പറഞ്ഞാൽ ആ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. इसलिए बताया गया अंत्योक्य कलीसिया प्रार्थना के लिए मशहूर थी. അവിടെ ഇറങ്ങി പോകുന്നത് നിസ്സാരക്കാരായ രണ്ടുപേരെ അല്ല അവിടെ പറഞ്ഞു വിട്ടത്. वहां पर जो गए आम लोग नहीं थे. യെരുശലേമിന് പോകാത്ത രണ്ടുപേർ പോയ സ്ഥലമാണ് അന്ത്യോക്യ സഭ. वही लोग, दो लोग जेरूशलेम नहीं गया बल्कि वो अंत्योक्य की ओर बढ़े. രണ്ടുപേർ, ഒരാളുടെ പേര് പൗലോസ്, മറ്റൊരാളുടെ പേര് ബർന്നബാസ്. और वहां जो दो लोग गए ये पौलुस और बरनबास. ഇവർ രണ്ടുപേരും ഒരിക്കപ്പോൾ ചിന്തിച്ച് കാണത്തില്ല, ഞങ്ങൾ ഇവിടെ ആത്മാവിന്റെ ശക്തിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ലോകത്തെ തിരിച്ചു പിടിക്കുന്ന തലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കോണ്ടിനുകൾക്കപ്പുറം കൊണ്ടെത്തിക്കുമെന്നല്ല ഒരു ചിന്തയില്ലാതെ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യത്താൽ അവർ വലിയ കാര്യങ്ങൾ ദൈവാത്മാവ് ചേർന്ന് പണിയേറ്റുന്നു. कभी भी बुलाहट के अनुसार में आगे बढ़े तो ये दोनों ने कभी नहीं सोचा परमेश्वर हमारे जरिए ऐसी सेवकाई करवाएगा. लेकिन नतीजा वही था, उन्होंने इस दुनिया को पूरा उल्टा पलटा कर दिया. അങ്ങനെ ഞാൻ വാക്യത്തിൽ വിരാമം കൊടുത്തിട്ട് പദവിങ്ങനെ പറയട്ടെ. एक बात आखिर बताना चाहता हूँ. ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ जब प्रार्थना करेंगे ഹന്നാമാനെ പോലുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ हन्ना के जैसे प्रार्थना करें. പ്രാർത്ഥന റിസൾട്ട് ഉടനടി ലഭിക്കുന്ന സ്ഥലമായി തീരട്ടെ. प्रार्थना का नतीजा तुरंत मिलने वाले जगह बने. നിന്നയുടെ വാക്കൾ മാറിപ്പോകുന്ന സ്ഥലമായി ഈ പ്രാർത്ഥന സ്ഥലം മാറി തീരട്ടെ. दोष निकलने वाला एक जगह बन जाए. തുടക്കത്തിൽ വൈദികരെ തുറക്കപ്പെടുന്ന സ്ഥലമായി ഈ പ്രാർത്ഥന സ്ഥലം മാറി തീരട്ടെ. ना खुलने वाला अनेक दरवाजा यहाँ पे खुल जाए. അതിനേക്കാൾ ഉപരി ഇവിടുന്ന് അഭിഷിക്തന്മാർ ഗ്രാമങ്ങളിലേക്ക് ആത്മാവിശക്തി ഇവിടെ നേരിട്ട് പോകട്ടെ. उससे बढ़कर सेवकाई के लिए यहाँ से अनेक अभिषेक लोग निकले. ഒരു അഭിഷേകത്തിന്റെ നിറവിന്റെ ദിവസങ്ങളാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം ഈ പ്രാർത്ഥന ആലയത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമാറാകട്ടെ. आने वाले दिनों में इसके अंदर हम लोग परमेश्वर के अभिषेक से भरे हुए लोगों को देखेंगे. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ നിമിഷം നിൽക്കാം. आए हम खड़े हो जाए. എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. सब लोग मेरे भाई से खड़े हो जाए. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. हाथों में परमेश्वर का समर्पण. നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥന ഹാള് പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. हमारा चाहत ये है कि प्रार्थना करके इस हाल को समर्पण करें. നമ്മൾ അതിനകത്ത് വായിക്കുന്നു, സലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയതിന്റെ ഫലമായിട്ട് പുരോഹിതന്മാരെ ശുശ്രൂഷിക്കാൻ പറ്റിയില്ല എന്ന്. वहां पर हमने वचन में ये पढ़ा है कि परमेश्वर का हुजूरी के कारण सेवक को सेवकाई करने का मौका नहीं मिला. അങ്ങനെയെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് പ്രാർത്ഥന ദിവസമായിരിക്കട്ടെ. तो हम सब लोग हमारा आंखें बंद करें, प्रार्थना से प्रार्थना करें. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. प्रार्थना के साथ ആരെയും കണ്ണു തുറന്നിരിക്കരുത്. कोई भी आंखें ना खुले. പ്രാർത്ഥനയുടെ ശബ്ദസ്വരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. प्रार्थना का शब्द स्वर्ग की ओर बढ़े. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരുമിച്ച് ഇറങ്ങി വരട്ടെ. पवित्र आत्मा का उपस्थिति हमारे बीच में आए. അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കളുടെ ദൈവ സാന്നിധ്യം ഒരു തീയത പോലെ ഇറങ്ങി വരട്ടെ. बच्चे के ऊपर, बड़ों के ऊपर, परमेश्वर के दास लोगों के ऊपर योजना प्राप्त करने वाला दिन कुछ लोगों के ऊपर रास्ता है, दरवाजा है हमारे लिए खुल
ദേവദാസന്മാരെല്ലാം ഒരു നിമിഷം കാര്യങ്ങൾ ദേവദാസന്മാർ സമർപ്പിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഇറങ്ങി വരുന്ന പരിശുദ്ധനായ ജീവിതത്തിൽ സാന്നിധ്യമായി സമർപ്പിക്കപ്പെട്ടപ്പോൾ അതവന്റെ സാന്നിധ്യം തുടങ്ങി വരുമ്പോൾ പ്രസംഗിച്ചതുപോലെ ഇത് ജനത്തിലൂടെ ചില ചിന്തയ്ക്കുമാണ് ഈ ജമ്മുകാറ്റിലെ പിടിച്ചടക്കപ്പെട്ടതിൽ ചുറ്റും സംസ്ഥാനങ്ങളിലേക്ക് ദേവദാസന്മാരെ അയക്കപ്പെട്ടതിൽ ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഹാള് ദൈവനാമം ഉയർത്തപ്പെടുന്ന ദിവസമായി തീരട്ടെ. ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. മുമ്പോട്ടേക്ക് ഭാവം അനുഗ്രഹിക്കട്ടെ. ഈ സ്കൂളിന്റെ പ്രവർത്തന നാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹകരിക്കുന്ന അവരെ അധിക ദൈവ വിശാലവചന പരിശുദ്ധമായ സ്വർഗീയ നല്ല പിതാവേ, അഭിഷിക്തന്മാരായ ഞങ്ങൾ ഒരുപോലെ അങ്ങയുടെ നാമത്തിൽ അടുത്തു വരിക. അങ്ങയുടെ മകനീയ സാന്നിധ്യം ഈ പകലിൽ കേരളത്തിലുള്ളവരങ്ങേക്ക് നന്ദി പറയുന്നു. മാറാത്ത പരിശുദ്ധാത്മാവ് ഞാനവന്റെ ശക്തി ഞാനവത്തിലുള്ളവരങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ പകലിൽ അഭിഷിക്തന്റെ ഹൃദയത്തിന്റെ ദർശനത്തിനങ്ങേക്ക് നന്ദി പറയുകയാണ്. ആ വിശാലതയ്ക്കങ്ങേക്ക് നന്ദി പറയുന്നു. തന്റെ അടുത്തുള്ള ദർശനത്തിനകത്ത് റിസൾട്ട് പ്രാപിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തനത്തോടെ ആരാധന അത്താവിനെ പ്രാർത്ഥന അഗ്നിയെ തകർത്തെറിയുന്ന ഉഷ്ണപോരാട്ടിനെ തകർത്തുന്ന ദേശങ്ങളെ തകർത്തെറിയുന്ന ദേശത്തെ ഫോർമുലയെ തകർത്തെറിയുന്ന രംഗത്ത് അഭിഷിക്തമായ രംഗത്ത് അവരെ ഒതുക്കി കഴിയുന്ന സാധാരണ മണ്ഡലങ്ങൾ താങ്കളുടെ പ്രാർത്ഥന ഈ ലഭ്യമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വിളങ്ങുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നതിനെ ഈ കോമ്പൗണ്ട് ചുറ്റും
ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നിരാശകൾ മാറണം, ഭാരങ്ങൾ മാറണം, അവർ വേദനകൾ മാറണം. ആരെങ്കിലും മുട്ടുവെക്കുന്നുവോ അവരെ കണ്ണുകളിലേക്ക് വഴികൊണ്ട് കൊടുക്കുക. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവോ അവരെ വിഷയങ്ങൾക്ക് വിശാലം കൽപ്പിക്കണമേ. അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി മുഴുപ്പായിക്കണമെന്ന പ്രാർത്ഥനയ്ക്കല്ല, മാനവൻ ലഭിക്കുന്ന ഒരു പ്രാർത്ഥന ചേർന്ന് അഭിഷിക്തന്മാർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ഈ പ്രാർത്ഥന എന്നേക്കുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പേര് ഉയർത്തപ്പെടാനല്ല പിതാവേ, അങ്ങയുടെ നാമം മഹിമ പ്രാപിക്കട്ടെ. ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലും ചുറ്റുപാട് സംസ്ഥാനത്തിലും സാങ്കേതിക അതിരുകളിലും ദൈവനാമം മഹത്വപ്പെടുക്കത്തക്ക നിലയിൽ, ദൈവനാമം പുകഴ്ച പ്രാപിക്കത്തക്ക നിലയിൽ ആയി തീരുമാനിക്കണം. അല്ലെങ്കിൽ ഈ ആയത്തെ കർത്താവ് അല്ലെങ്കിൽ ഏറ്റവും അനേക നന്ദി പറയുന്നു. സകല മഹത്വ സകല ബഹുമാനം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രയോജനപ്പെടുത്തണമെന്ന് മാറാകണ പിതാവേ. ദേവദാസന്മാരുടെ പ്രത്യേകത ബിജുവിനോട് സംഘടിപ്പാട്ട് നന്ദി പറയുന്നത് അനുകരിക്കുമാറാകട്ടെ.